ഹലോ, ആദ്യമായിട്ടാണ് വീഡിയോ ഡയറക്റ്റ് ഇടുന്നത്. വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമുള്ള എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വളരെ കുറച്ച് ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തെ പറ്റി സംസാരിക്കണം എന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. സെൻറ്റിമെൻറ്റ്സോ ഇമോഷണലോ ഇമോഷൻസ് കാരണം എനിക്കത് ഇടാൻ പറ്റുന്നില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ ന്യൂസിൽ കണ്ടിട്ട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി എഴുതുകയും മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് ഒരു അമ്മയും 2 കുട്ടികളും കൂടെ സൂയിസൈഡ് ചെയ്ത കേസ്. അതിൽ ഒന്ന് ഹസ്ബൻഡ്, പിന്നുള്ളതൊരു മകന്, 2 പെൺകുട്ടികൾ, പിന്നെ അവരുടെ ഫാമിലി, ദെൻ നമ്മളടങ്ങുന്ന സമൂഹം. അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഭർത്താവിനെ കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. പറ്റാത്തത് കൊണ്ടാണല്ലോ അവർ ഇറങ്ങിപ്പോകുന്നത്. അതിൽ ആ സ്ത്രീയെ പറ്റി മോശമായിട്ടൊന്നും ഇതുവരെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാം, പക്ഷെ മോശമായിട്ടൊന്നും ഞാൻ ഇതുവരെ കാണുകയോ വായിക്കുകയോ ചെയ്തില്ല. പിന്നെ മകനുള്ളത് വേറെ എവിടെയോ നിന്ന് പഠിക്കുകയാണ്, ചെറിയ കുട്ടി. എൻ്റെ ഒന്നാമത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ആ 3 മക്കളും അവരുടെ തന്നെയാണ്. അതിൽ ആ 2 പെൺകുട്ടികളെ മാത്രമാണ് അവരിങ്ങനെ ചെയ്തപ്പോൾ കൂടെ കൂട്ടിയത്. അവർ വളരെ ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് നോക്കും, വളരെ ആലോചിച്ചിട്ട് പെട്ടെന്ന് നൈമിഷികമായിട്ടൊന്നും ഒരു നിമിഷം നേരത്തെ തോന്നലും കൊണ്ടൊന്നും ചെയ്തൊന്നുമല്ല. മകനെ മാറ്റി നിർത്തി പെൺകുട്ടികളെ മാത്രം ഇങ്ങനെ ചെയ്തതിൽ ഒരു റീസൺ ഉണ്ടാവും. നമ്മൾക്ക് മനുഷ്യരായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മനസ്സിലാവും എന്തായിരിക്കും. അവരൊരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. സഹോദരങ്ങൾ ഞാൻ വായിച്ചതെന്ന് മനസ്സിലാക്കുന്നത് 3 പേര്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. നമ്മൾ ഭർത്താവിനെയൊക്കെ നമ്മൾ മോശം പറയുന്നുണ്ടെങ്കിലും ഈ മോർ ദാൻ ഹാഫ് ആ വീട്ടുകാർ തന്നെയാണ്. അവർ ചെന്ന് നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും തള്ളിക്കളയുന്ന വർത്തമാനം ഒഴിവാക്കിയിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളിലും ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് നടക്കുന്നത്. ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. തള്ളിക്കളഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ നല്ലതൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവർ മാറ്റി നിർത്താതിരുന്നെങ്കിൽ ചിലപ്പോൾ അവരത് ചെയ്യില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഹസ്ബൻഡിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്ന അയാൾ ഏറെക്കുറെ ഉത്തരവാദിത്വം അയാളുടെ തന്നെയാണ്. പിന്നെ നമ്മൾ സമൂഹവും ഇതിലൊരു കാര്യമുണ്ട്. അതിലെനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സിലുള്ള സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുറേയെങ്കിലും നമ്മൾ ആൾക്കാരെ പരിഗണിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ കടന്നു പോകുന്ന സ്ത്രീകളുടെ കേസ് വളരെ ബുദ്ധിമുട്ടാണ്. അതിലൊന്നും എനിക്ക് ആ കുട്ടികളുടെ മനോഭാവം ചിന്തിക്കാനേ പറ്റുന്നില്ല. എനിക്കുണ്ട് ആ സെയിം ഏജിലൊരു മോള് എനിക്കുമുണ്ട്. ഇപ്പം ആർക്കായാലും ഒരു 7-8 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ കയ്യിൽ, ഞാൻ ഫിസിക്കലായിട്ടുള്ള കാര്യം പറയാണ്. അപ്പോൾ ആ കൊച്ചുങ്ങളും ഇതിന് തയ്യാറായി പോയി അവിടെ നിന്നുള്ള ആ 2 കുട്ടികളെയും അവർക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ആ ട്രെയിനിൻ്റെ മുന്നിൽ വരുമ്പോൾ കുട്ടികൾ എന്തായാലും പേടിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എനിക്കുണ്ട് ഒരു 11 വയസ്സ് കഴിഞ്ഞൊരു മോള്. എനിക്ക് അവളെ ഹോൾഡ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിലെ കുട്ടികൾ, അപ്പോൾ കുട്ടികളും കൂടി അതിന് മെൻ്റലി പ്രിപ്പയർഡ് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ കൊണ്ടെത്തിക്കുമ്പോൾ അയാളുടെ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തി, അത് നമ്മൾ വേറെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹസ്ബൻഡിൻ്റെ അനുവാദമില്ലാതെ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. 3 കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു സ്ത്രീയെ പെരുവഴിയിലാക്കിയിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരങ്ങൾ അയാൾ ചെയ്തു കൊടുത്തു. ഒരു മനുഷ്യനെന്നുള്ള, ഒരു സ്ത്രീ എന്നുള്ളത് വിട്ടേക്കാം നമുക്ക്. ഒരു മനുഷ്യനെ പോകാൻ അനുവദിക്കാം, ജീവിക്കാൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 അവരുടെ വീട്ടുകാർ, 3 ആങ്ങളമാർ സഹോദരന്മാരുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, അറിയത്തില്ല, ഉറപ്പില്ല, നമ്മൾ വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നതാണ്. കുടുംബം, ഇവരൊക്കെ ഈ മരണത്തിന് ഉത്തരവാദികളാണ്. ഇതിൽ ആരുമല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ, നമുക്ക് ഇത്രയും പേര് നമ്മളേതായിട്ട് ചുറ്റും നിൽക്കുമ്പോൾ എല്ലാവരും വെളിയിൽ നിൽക്കുന്നവരെന്താ വിചാരിക്കുക, ഇത്രയ്ക്കുള്ള ആൾക്കാരുള്ളവരില്ലേ, സഹോദരന്മാരുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, ഭർത്താവ് മക്കളുടെ കാര്യം നോക്കട്ടെ, ഇതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക ചുറ്റുപാടുള്ളവരാണെന്നായിരിക്കും. പക്ഷെ ഇതൊന്നുമല്ല. എല്ലാവരും റിയാലിറ്റി മനസ്സിലാക്കണം. കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ വീട്ടുകാർക്കൊരു ബാധ്യതയാണ്. അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ, കുറേ പേർക്കെങ്കിലും കുറച്ച് മടുത്ത് കഴിയുമ്പോൾ അവർ ഒഴിവാക്കി വിടും. പിന്നെ നമ്മൾ സമൂഹത്തിനോട് നമ്മുടെ ആവശ്യങ്ങൾ, ഇവർ ഒരുപാട് ജോലിക്കൊക്കെ ശ്രമിച്ച സ്ത്രീയാണ്, ജോലി ശരിയായതുമാണ്. ആ ഭർത്താവിൻ്റെ സഹോദരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരങ്ങൾ അയാളും ചെയ്തു കൊടുത്തു. പള്ളിയിൽ അച്ഛനാന്നൊക്കെ പറയുന്നു. ഇവനൊക്കെ വേദം പഠിച്ചിട്ടൊരു കാര്യമില്ല.
അടുത്ത കേസ് എന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകൾ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്ത്രീകൾക്ക് കുറേയെങ്കിലും ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ പരിഗണിക്കണം. പുരുഷന്മാരവിടെ നിൽക്കട്ടെ, കേൾക്കാനുള്ള മനസ്സുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, അവർ ഒരുപാട് കണ്ടുപിടിച്ച് അവർക്ക് ജോലിക്ക് കയറാനുള്ള സാഹചര്യം വരെ ഉണ്ടാക്കിയിട്ട് മുടക്കാനായിരുന്നു ആൾക്കാരുണ്ടത്. ചിലപ്പോൾ ആ ഒരു രാത്രി കടന്നു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേറൊരു ജീവിതം കിട്ടിപ്പോയെന്നെ. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടായി പറയുന്നത്. നമ്മൾ ചില സമയത്ത് നമുക്ക് ജീവിതമേ കയ്യിൽ നിന്ന് പോയി നമുക്ക് തോന്നും. അപ്പം നമ്മൾ കുറേയെങ്കിലും ചിന്തിക്കുക, പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. കുറേയെങ്കിലും ചിന്തിക്കുക, ഇന്ന് ഈ സമയം നമ്മൾ അനുഭവിക്കുന്ന കാര്യമായിരിക്കില്ല അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. നല്ലതായിരിക്കുമ്പോഴും ചിന്തിക്കുക, ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്ന സന്തോഷമായിരിക്കില്ല അടുത്ത ദിവസം വരിക എന്നുള്ളത്. അപ്പം നമുക്കുണ്ട്, പുരുഷന്മാരായാലും സ്ത്രീകൾ, നമുക്കുണ്ട് ചേച്ചിമാര്, അനിയത്തിമാര്, അമ്മയുണ്ട്, കസിൻസ് ഉണ്ട്. ബ്ലഡ് റിലേഷനിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. കാര്യം കൂടുതലും ഇപ്പോഴത്തെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുക ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും ഒരാൾ വിളിച്ചൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ, പുരുഷന്മാരോട് മെയിനായിട്ട് പറയാനുള്ളത്, ഒരാവശ്യം പറഞ്ഞു വരുമ്പോൾ വേറൊരു കണ്ണിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. അതിനിടയ്ക്ക് അതുമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് ജോലി കിട്ടുന്നത് തട്ടിക്കളയുന്നുണ്ട്. ഒരു കാറ്റഗറി എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ വേറെ ആവശ്യങ്ങളാണ് ഒരു സ്ത്രീയോട് പറയാം. ഇതൊന്നും നാട്ടിൽ നടക്കുന്നില്ലെന്നൊന്ന് ഞാൻ പല സ്റ്റേജിൽ കൂടി പലരെയും കണ്ട് ഞാൻ പല സ്റ്റേജിൽ കൂടി കടന്നു വന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പം ആർക്കെങ്കിലും ഒക്കെ, നമ്മുടെ ഒരു ദിലീപിൻ്റെ ഒരു ഫിലിമുണ്ട്, കഥാവശേഷം എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൻ്റെ നാണക്കേട് കാരണം ഞാൻ സൂയിസൈഡ് ചെയ്യുന്നെന്ന്. അത് എത്ര പേർ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ആ ഡെപ്തിൽ മനസ്സിലാക്കുന്ന. അന്ന് എനിക്കത് വളരെ ഫീൽ ചെയ്തൊരു കേസാണ്. ഒരു റേപ്പ് കേസിൻ്റെ ഇതിലാണ് ആ ഫിലിം എടുത്തിരിക്കുന്നത്. ഇതും ഒക്കെ നമ്മൾ റേപ്പിനെ കാട്ടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ മോശമായ ഒരു സമൂഹത്തിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സമൂഹം ഇത് അപ്പോൾ ഇതെങ്കിലും കണ്ടിട്ട് ഈ സ്ത്രീകൾ കടന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കാനുള്ള പരിഗണന ചെയ്തു കൊടുക്കുക, എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ലാഭമില്ലാതെ, സ്ത്രീകളായാലും പുരുഷനായാലും അവരുടെ നിന്നൊന്നും ലാഭമില്ലാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നല്ല കാര്യമായിരിക്കും. ഇവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഇവരുടെ ഫാമിലി സപ്പോർട്ടോ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കില്ല യഥാർത്ഥത്തിലുള്ളത്. അവരാ മകനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മരിക്കാൻ ഒരുപാട് വഴികൾ എടുക്കാം. പ്ലാൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും കഴിച്ചാലും മകനെയൊക്കെയെങ്കിലും ആ മകനെ മാറ്റി നിർത്തി ആ 2 പെൺകുട്ടികളെ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർ ആ കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കൃത്യമായി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അവർക്ക് ജീവിക്കാൻ വഴികൾ തുറക്കുന്നതിനെക്കാട്ടിയും അടച്ചു കൊടുക്കുകയാണ് ആൾക്കാർ. അതിൽ വേറെയും കണ്ണുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് മക്കൾ പോലും സുരക്ഷിതരല്ല എന്ന്, അല്ലെങ്കിൽ അവർ തന്നെ ചെയ്യുള്ളൂ. അത് മക്കളെ പോലും ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യരുണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടായിരിക്കും അത് ചെയ്തത്. നമുക്ക് സൊസൈറ്റിയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ഒരിക്കലും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ബാക്കി കാര്യങ്ങളോ ഒന്നും കൺസിഡർ ചെയ്ത് നമുക്ക് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ കടന്നു പോകുന്ന സാഹചര്യം, ആ സ്ത്രീയെ കണ്ടിട്ട് വളരെ ബോൾഡായിട്ടുള്ള ലേഡിയാണ്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും വെച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേൾക്കാം, ഒരു നഷ്ടവുമില്ല. നമ്മൾക്ക് വേറൊരാളോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ സഹോദരന്മാരുണ്ടെന്നോ അല്ലെങ്കിൽ അച്ഛനും അമ്മയുണ്ടെന്നോ ഭർത്താവുണ്ടെന്നോ ഒരു മകനുണ്ടെന്നോ ഒന്നും കരുതി തള്ളിക്കളയരുത്. ഒരാൾ കടന്നു പോകുന്നൊരു സ്റ്റേജ് അവർക്കേ അറിയണ്ടാവുള്ളൂ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് അവരൊരു കൗൺസിലിങ്ങിനൊക്കെ പോയിരുന്നെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ആരോടെങ്കിലും, കൗൺസിലിംഗ് തന്നെ വേണമെന്നില്ല, ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പം ഇത് ഇത്രയും പ്രഷർ സഹിക്കാൻ വയ്യാതായിരിക്കും. 2 മക്കളെ ഒരിക്കലും, നിങ്ങളത് മനസ്സിലാക്കണം, 2 മക്കളെ ഒരിക്കലും നമുക്ക് ഹോൾഡ് ചെയ്ത്, അത്രയും വലിയ പെൺകുട്ടികളെ ഒരു സ്ത്രീക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, സ്റ്റേജിൽ കൂടി കടന്നു പോകുന്ന സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസമായിരിക്കില്ല നമുക്ക് നാളെ ചിലപ്പോൾ ഇതിലും ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോൾ ഈ സ്റ്റേജ് മാറും, ചിലപ്പോഴല്ല. ഈ സ്റ്റേജ് 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് മാറി കിട്ടും. ആ ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വഴികൾ അടയ്ക്കും. സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണ്ട, പക്ഷെ വഴികൾ അടയ്ക്കാൻ ആൾക്കാർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ദൈവം അതുപോലെ വഴി തുറന്നു തരും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നുണ്ടാവില്ലേ? ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക.